ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയ ട്രിപ്പ് വന്നപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചിക്കൻ മേടിച്ചു. അപ്പോൾ ചിക്കൻ നമുക്ക് ചുട്ട് കഴിക്കാമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് ചുട്ട് കഴിച്ച് നോക്കാം. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നല്ല രസമുള്ള പാറപ്പുറവും അടിപൊളി വ്യൂസും ഒക്കെയാണ്. ഇവിടെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചിക്കൻ ചുടാൻ പോവാണ്. എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ചിക്കൻ ചുടാൻ പോവാണ്. അപ്പോൾ ചിക്കൻ ചുടാനുള്ള വേറെ കമ്പി ഗ്രില്ല് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടുന്ന് കുറച്ച് കമ്പൊക്കെ പറിച്ച് നമ്മൾ ഇവിടെ വെച്ച് ചുടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചുടാം. ഓക്കെ, നമ്മളിവിടെ നിന്ന് കുറച്ച് കമ്പൊക്കെ വെട്ടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ കുറച്ച് കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ എങ്ങനെ ചിക്കൻ വെക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ആരോ നേരത്തെ വന്ന് ഇവിടെ തീയൊക്കെ പൂട്ടിൻ്റെ ഇത് കിടക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചെന്ന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഈ കമ്പ് ഇങ്ങനെ വെച്ച് കെട്ടാനുള്ള പ്ലാനിലാണ് ഗൈസ്. കമ്പ് ഇങ്ങനെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കോഴീനെ നമുക്ക് സെറ്റായിട്ട് വെക്കാം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഗായ്സ്, നമ്മൾ ഇതുപോലെ കാട്ടുവള്ളിയാണ്. കാട്ടുവള്ളി പറിച്ചിട്ടുണ്ട്. ഇതിന് വെച്ച് കെട്ടി നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. നമുക്കിത് ഇങ്ങനെ കെട്ടിയെടുക്കാം ഗായ്സ്. ഉണ്ടോ, ഒടിഞ്ഞൊന്നും പോകണില്ല. നമ്മളിത് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് കെട്ടാൻ വേണ്ടി കേട്ടോ നമ്മൾ പോകാനൊക്കെ കുറച്ച് മസാലയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വഴിക്ക് പോകണമല്ലോ നിർത്താം. അപ്പോൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സ് ചെയ്തിട്ട് ചിക്കനിലേക്ക് നമുക്ക് സെറ്റായിട്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാല വയ്ക്കാൻ പോവാണ്. കുഞ്ഞുണ്ണിക്ക് പറയണമെന്ന് പറഞ്ഞു. കുഞ്ഞുണ്ണി പറഞ്ഞ കുഞ്ഞുണ്ണി മസാല വയ്ക്കാൻ പോകട്ടോ. ആ, ചിക്കൻ നമ്മൾ വരഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനകത്തേക്ക് മസാല അങ്ങ് തേച്ച് സെറ്റാക്കാൻ പോവാണ്. മസാല വെക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് കുഞ്ഞുണ്ണി ഇതേ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. കുഞ്ഞുണ്ണി പറഞ്ഞോ, കുഞ്ഞുണ്ണിക്ക് പറയണമെന്ന് ആഗ്രഹം പറഞ്ഞോ. കുഞ്ഞുണ്ണി ഇതൊക്കെ തേച്ചോ, കുഞ്ഞുണ്ണി തേച്ചോ. അതിന് ചങ്കും കറിലൊക്കെ ഉണ്ടാവും. അതിനകത്ത് കുഞ്ഞുണ്ണിക്ക് മസാല വെക്കണമെന്ന് ആഗ്രഹം. എന്നാൽ കുഞ്ഞുണ്ണിയെ മസാല തേച്ചോ. അപ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിക്കിടെയൊക്കെ നന്നായിട്ട് അങ്ങനെ മസാല ഉണ്ടോ. കുഞ്ഞുണ്ണി ഇതിനകത്ത് ഇവിടെ ഇരുന്നിട്ട് അതിൻ്റെ ലിവറേലൊക്കെ മസാല വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ, അതിൻ്റെ ഉള്ളിക്കിടെയൊക്കെ നന്നായിട്ടൊക്കെ മസാല അങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കണം. എല്ലൊക്കെ കൂട്ടി വെച്ച് സെറ്റ് ചെയ്ത് ഇതേ ഒരു പ്രകാരത്തിൽ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. കണ്ടോ, അതേ കൂടി കണ്ടോ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ ചിക്കൻ ദേ ഈ ഇതിനകത്ത് എടുത്ത് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകണം. നല്ലോണം വിടത്തി സെറ്റ് ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇച്ചിരി കമ്പ് ഇങ്ങനെ അടുത്തിരിക്കുമായിരുന്നു നല്ലതായിരുന്നു. കമ്പ് ഇച്ചിരി അകന്നു പോയി ഗൈസ്. ഇച്ചിരി നമുക്ക് കമ്പ് അടുപ്പിച്ച് വെക്കണം. ആ, ശരിക്കും അങ്ങോട്ട് ചരിച്ച് വെച്ചിട്ട് നമുക്കത് വള്ളിയുണ്ട്. വള്ളി ഞാൻ കണ്ടില്ലേ, വള്ളിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ കൈയും കാലൊക്കെ ഉള്ളിലേക്ക് കെട്ടാം. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മളിത് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാൻ പോകണം. അപ്പോൾ ഗായ്സ് ദേ നമ്മുടെ ചിക്കൻ ദേ കണ്ടോ കമ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ എന്തായി തീരും നമുക്ക് അറിയാൻ പാടില്ല. അതേ മേളിൽ നിന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ടോ അടിയിൽ നിന്ന് നല്ല ചിരട്ടയുണ്ട്. കണ്ടോ ചിരട്ട കത്തി അങ്ങനെ സെറ്റാവണേ. പണ്ടൊക്കെ കാട്ടുകിട ആൾക്കാർ പോകുമ്പോൾ അവരുണ്ടാക്കി സെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കണം. കണ്ടോ നമ്മൾ കെട്ടിയായിരുന്ന വള്ളിയൊക്കെ ചെറുതായിട്ട് കത്തി പോകണമെന്ന് എനിക്ക് തോന്നണേ. എന്നാലും കുഴപ്പമില്ല, നല്ല തീ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ചിക്കൻ കത്തി പോകുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കണ്ടോ നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല സെറ്റായിട്ട് കത്തുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ചിക്കൻ എന്തായാലും നെയ്യൊക്കെ ഉരുകി താഴ്ത്ത് ചാടേണ്ട. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കേട്ടോ. ഇച്ചിരി കരിഞ്ഞോലയുണ്ട്. തീ അങ്ങനെ അടിയിൽ നന്നായിട്ട് കത്തണോണ്ടാണ്. പക്ഷേ ശരിക്കും വെന്തിട്ടില്ല. കണ്ടോ കമ്പൊക്കെ ഒന്ന് കരിഞ്ഞുണ്ട്. എന്തായാലും വള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വിട്ടുപോയോ തോന്നുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല. നമ്മൾ ചിരട്ടയൊക്കെ വെച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ തീ അങ്ങ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടോ അതിനകത്ത് നെയ്യൊക്കെ ഉരുകി അങ്ങ് ചാടുന്നുണ്ട്. കണ്ടോ കണ്ടോ നെയ്യ് തിരക്കാനുണ്ടോ, ഓരോ തുള്ളിയായിട്ട് ചാടുന്നുണ്ട്. കൊള്ളാം കണ്ടോ ചിക്കൻ വെന്തിട്ട് അങ്ങോട്ട് നെയ്യ് അങ്ങ് ഉരുകി ഇങ്ങനെ തീരേക്ക് ആടുക. ഇവിടെ ലിവറും കൂടെ നമ്മളൊരു കോല കുത്തി അതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ടോ. കണ്ടോ അതും വെന്ത് കനലിൻ്റെ മേളിൽ നിന്ന് സെറ്റാവുന്നുണ്ട്. അടിപൊളിയായിട്ട് ഉരുകി അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ വേവട്ടെ. നമുക്ക് കുറച്ചുകൂടെ വേവണം വരെ നോക്കിയിരിക്കാം. കണ്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി. ഈ ലിവർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ചങ്കും കറിലൊക്കെ അത് അരിയിലൂടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ കനലിൽ കിടന്ന് കുറച്ചുകൂടെ വെന്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ കാശ് ഇതേ അതിൻ്റെ ഇതുണ്ടോ ചങ്കും കരലുമാണ്. അത് നമ്മളിങ്ങനെ കോല കുത്തി ഇതേയും കൂടി ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കുഞ്ഞിനെ കാണിച്ചു
കണ്ടോ ഇങ്ങനെ ചുട്ടോണ്ടിരിക്കുകയാണ് കണ്ടോ, അല്ലാതെ വേവില്ല, വേറെ രക്ഷയില്ല. നല്ല സെറ്റായുണ്ട്, അടിപൊളിയല്ലേ കണ്ടോ. ഓക്കെ, ഇത് കണ്ടോ നമ്മൾ കല്ലെടുത്ത് മാറ്റി ഇതിൻ്റെ തീയുടെ ചൂട് കുറഞ്ഞതനുസരിച്ച് മാറ്റി താഴെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും കാട്ടിലുള്ള ആൾക്കാരൊക്കെ ചുട്ട് തിന്നുന്ന പോലെയാണ് നമ്മളിപ്പോൾ ചിക്കൻ ചുട്ടത് കണ്ടോ. ഇങ്ങനെയാണ് ചിക്കൻ ചുട്ട് തിന്നുന്നത് കണ്ടോ. കുറേ കമ്പൊക്കെ കത്തിപ്പോയി, അതിന് വലിയ കുഴപ്പമില്ല കണ്ടോ. അടിയായിട്ട് ഇത് ഉരുകി ചാടുണ്ട് കണ്ടോ. എന്തായാലും സാധനം കണ്ടോ, ഓരോ തുള്ളിയായിട്ട് അതിൻ്റെ നെയ്യ് ഇങ്ങനെ ഉരുകി ചാടുന്നുണ്ട്. ചാടി ഉരുകി അത്രയ്ക്കും വെന്ത് സെറ്റായുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം. ഇവിടെയുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇതൊക്കെ കഴിക്കാൻ അടിപൊളി കണ്ടോ. നല്ല സീനറിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് ചിക്കൻ സെറ്റായുണ്ട്. ഇത് നോക്കി നമ്മൾ വാങ്ങാൻ പോകട്ടോ. വള്ളിയും കമ്പെല്ലാം പൊട്ടി തവിട് വഴി തകർന്നത്. ഹായ് ഹോയ് കണ്ടോ. അത് കത്തിരിക്കട്ടെ. വള്ളിയൊക്കെ കണ്ടിക്കാൻ പോവാണ് ഗായ്സ്. കരിഞ്ഞിട്ടില്ല. കൊള്ളാം കണ്ടോ. കമ്പ് മാറ്റിക്കോ. നമ്മുടെ ചിക്കൻ എങ്ങനെയുണ്ട്? നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. ആണോ? ഇതിങ്ങനെ കരിഞ്ഞായിട്ട് തോന്നുമെങ്കിൽ അതാ പുറത്തുള്ള മസാല കരിഞ്ഞതാണല്ലേ? പെരട്ടി മസാല കരിഞ്ഞിരിക്കുന്നത് ആണോ. അതെ എന്തെല്ലാം സെറ്റായിട്ടുണ്ട്. നിങ്ങൾ നോക്കി അട്ടിസാക്കേ കൊള്ളാം, അടിപൊളി. ആ മസാല നമ്മൾ പറ്റിയായിരുന്നു, അതാട്ടെ കരിഞ്ഞു പോയത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുട്ട് സെറ്റായുണ്ട്. ഇവിടെ പാറപ്പുറമുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സ്ഥലത്തിൻ്റെ സൈഡായിട്ടോ അവിടെ. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് കഴിക്കാൻ പോവാണ്. എല്ലാവരും ആകാംക്ഷയാണ്. അപ്പോൾ ഗായ്സ് കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ ചിക്കൻ ചുട്ട് സെറ്റാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചു നോക്കാൻ പോകുന്നത്. കുഞ്ഞുണ്ണി കാലെ പിടിച്ച് വലിക്കാൻ റെഡി ആയിട്ടേക്കണത്. അപ്പോൾ നമ്മളൊന്ന് എവിടെന്നെങ്കിലും ഒന്ന് പിടിച്ച് വലിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. കുഞ്ഞുണ്ണി ഞാനേ ഇങ്ങനെ മുറിച്ചെടുക്കാം. അടുത്തേക്കൊന്ന് കാണിച്ചോളേ കണ്ടോ. കടിക്കട്ടോ. ചുട്ട് നല്ല സെറ്റ് അടിക്കുമ്പോൾ ചുട്ടതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ചുട്ടിന് വേറെ ടേസ്റ്റ്. പക്ഷേ കരിഞ്ഞ വേണ്ട, ആ കരിഞ്ഞ മസാല അരിഞ്ഞിരിക്കുന്നുണ്ട്. അതിൽ ഇതിനെ കൂടെ ഞാൻ വേണ്ടല്ലോ. ഇനി കൊടുക്കാൻ പോണേ നീ. അതെന്താ പറയാ, ചുറ്റുകൂട്ടം കളിക്കണോ? അടിപൊളി, നല്ല ടേസ്റ്റ്. വെന്ത് നല്ല പഞ്ഞു വരെ കാലും വലിച്ചു പോയി പോകുന്നില്ലേ. നമ്മുടെ ക്യാമറമാൻ ഉണ്ട്, ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. നമ്മുടെ ക്യാമറ നമ്മൾ വേവിച്ച് കഴിഞ്ഞപ്പം ഈ കരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, ഈ കരിഞ്ഞതിന് പ്രത്യേക ടേസ്റ്റാണ്. കാരണം ആ മസാല കരിഞ്ഞിട്ട് ആ മസാലയും ഈ ചിക്കനും കൂടി അന്നേരം വേറെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് അന്നേരം. എന്നാലും ഉള്ളിലേക്കൊക്കെ അതിൻ്റെ മസാല പിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ചിക്കനിൽ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, അടിപൊളി. കടിക്കുമ്പോൾ നല്ല സ്പോഞ്ചായിട്ട് പോകല്ലേ. അത് കൊള്ളാം, സൂപ്പർ. ചിക്കൻ കാലൊക്കെ ഉണ്ടോ? അടിപൊളി. കുച്ചിക്കുട്ടിന് ചിക്കൻ കാലം പിടിച്ചങ്ങ് അർമാദിക്കുവാണ് ഗായ്സ്. ആവി ഓർക്കണ്ടല്ലോ കുഞ്ഞു കിച്ചു. അതുകൊണ്ടോ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടാ പോലെ കൊള്ളാം. തീ കണ്ടോ, എല്ലൊക്കെ പൊടിഞ്ഞു വരുമല്ലേ. ആണ്ടോ കുറേ നേരം വേവിച്ചു. അതുകൊണ്ട് എല്ലൊക്കെ ചുമ്മാ തൊടുമ്പോഴത്തേക്കും പൊടിഞ്ഞു വരുക. നന്നായിട്ട് വെന്തുണ്ട്. അടി കുഞ്ഞുണ്ണിയൊക്കെ അത് പിടിക്കണ പിടുത്തം കണ്ടോ. ചിക്കൻ്റെ കാലയിൽ കിച്ചു കൂട്ടണം. അടിപൊളി കണ്ടോ. അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടിരിക്കണേ. നല്ല ടേസ്റ്റ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചുട്ട് നോക്കുക. നമ്മൾ ഗ്രില്ലൊന്നും വെച്ച് സെറ്റ് ചെയ്തില്ല, മരത്തിൻ്റെ കമ്പൊക്കെ വെച്ച് വള്ളിയൊക്കെ ഇട്ട് കെട്ടി സെറ്റ് ചെയ്താണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ, ചെറിയ ചിക്കൻ ചുട്ട വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ വരും. അതെല്ലാവർക്കും ബൈ. മസാലയൊക്കെ അതിനകത്ത് പിടിച്ചിട്ട് കരിഞ്ഞു പോയിരിക്കണം കേട്ടോ. അത് കണ്ടോ.